ഇത് ഈ വായിച്ചു കേട്ടത് യെശയ്യാ പ്രവചനം ആണ് വായിച്ചു കേട്ടത്. ഇതാരാണ് വായിക്കുന്നത്? അതെ, ഇത് വായിക്കുന്നത് മറ്റാരുമല്ല, യേശു ക്രിസ്തു തന്നെയാണ് ഈ വചനഭാഗം വായിക്കുന്നത്. ഈ ഭാഗം പൂർണ്ണമായിട്ടും യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് വായിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ഇത് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഔദ്യോഗിക തുടക്കമായിരുന്നു. ഈ വാക്യങ്ങൾ കർത്താവ് വായിക്കുന്നത് സിനഗോഗിൽ വെച്ചാണ്. ഇത് വായിക്കുന്നതിലൂടെ യേശു വളരെ കാലമായി കാത്തിരുന്ന മശിയ ആണെന്ന് പരസ്യമായി അവകാശപ്പെടുന്നു. അതെ, എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിൽ അവതരിച്ചത്? എല്ലാം തികഞ്ഞവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. കർത്താവ് നോക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഹൃദയമാണ്. അതെ, പശ്ചാത്താപ ഹൃദയം, താഴ്മയുള്ള ഹൃദയം. ദരിദ്രന്മാര് എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ്. ആമേൻ. കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ വിഷയത്തിന്മേലും കർത്താവ് വിടുതലിനെ കർത്താവ് കൽപ്പിച്ചാക്കും. നമ്മുടെ ഹൃദയം നുറുക്കും, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ രോഗങ്ങൾ എല്ലാം കർത്താവ് അകറ്റും. അതെ, ഇതൊക്കെയുമായിട്ട് അന്നും പുരുഷാരൻ കർത്താവിൻ്റെ അരികിലേക്ക് വന്നിരുന്നു. അതെ, ഈ നല്ല വിശേഷവും ഈ സുവിശേഷവും അവരോട് പറയുകയുണ്ടായി. അത് മാത്രമല്ല, അവരിലെ രോഗികളെ ദൈവം സൗഖ്യമാക്കി, അവരുടെ ഹൃദയ നുറുക്കത്തെ കർത്താവ് മാറ്റി. ആശ്വാസപ്രദനായിരിക്കുന്ന കർത്താവ് അവർക്കെല്ലാമായി തീർന്നു, അവർക്ക് വേണ്ടിയ വിടുതലിനെ കൽപ്പിച്ചാക്കി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഈ ശബ്ദം കേട്ട് ഈ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്ന ദൈവവൈതലാണോ അങ്ങ്? കർത്താവിൻ്റെ ശിഷ്യനാണോ അങ്ങ്? അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16:15 ഇങ്ങനെ വായിക്കുന്നു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവൻ. അതെ, ഈ വായിച്ചു കേട്ടതാ. അതെ, വിശുദ്ധ ലൂക്കോസിൽ വായിച്ചു കേട്ട ആ സുവിശേഷം, യേശു ക്രിസ്തു പറഞ്ഞ ആ സുവിശേഷം ജാതികളോട്, കർത്താവിനെ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്തവരോട് പ്രസംഗിക്കുവാനാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അത് ദൈവം നമ്മുടെ കൈ തന്നിരിക്കുന്ന എന്തു പ്ലാറ്റ്ഫോം ആയിരുന്നാലും കൃപയാൽ ഉപയോഗിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.